ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് തിരുവോണ വിശേഷങ്ങളായാലോ. രാവിലെ തന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടോ. ഓരോ വഴിക്ക് ഓരോരുത്തരെ പിക്ക് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം ബ്രദറാണ്. ഇതാ ബാക്കിൽ വരുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. ഒരാൾ അമ്പലത്തിലേക്ക് വരാണ്ട് അവിടെ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ തറവാട്ടിലാണ് നമ്മൾ ഓണാഘോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നന്ദുട്ടൻ, ഇത് അച്ചുട്ടൻ, ആ തിരിഞ്ഞു നോക്കുന്നത് കിച്ചുട്ടൻ, ഇപ്പം തിരിഞ്ഞത് ശ്രീകുട്ടൻ. പിന്നെ എൻ്റെ ബ്രദറിനെ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ്. പിന്നെ ആ വഴിയിൽ നിന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ നമ്മുടെ വേറൊരു മാമൻ്റെ മക്കളാണ്, 3 മക്കൾ. ഇത് കുഞ്ഞാവ, ഇത് മോളൂസ്, അതിൻ്റെ പുറകെ കയറി വരുന്നതാണ് സോന. അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കുള്ള പേരുകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞതാണ്, ഇതാണ് സോന. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറി. ഞങ്ങളുടെ മുന്നേ 2 പേര് ബൈക്കിൽ പോയിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ ഈ വണ്ടിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് 2 പേര് ബൈക്കിൽ പോയിട്ടുണ്ട്. അവർ കപ്പിൾസാണ്. ഒരു മാമൻ്റെ മോനും അവരെ വൈഫുമാണ് പോയത്. പിന്നെയും 2 പേരും കൂടെ ഉണ്ട്. അവർ എണീറ്റിട്ടില്ല, നമ്മൾ നേരത്തെ പോയതുകൊണ്ട്. പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. നമ്മളവിടെ എത്തി, അമ്പലത്തിലെത്തി. നമ്മൾ കോട്ട അമ്പലത്തിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആയിരുന്നു. രാവിലെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ, പ്രകൃതി ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അമ്പലത്തിലെത്തി. നമ്മൾ ഇറങ്ങി നടക്കുവാണ്. നല്ല രസമാണ് രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന എല്ലാവരും ഒന്നും തൊഴാൻ കയറിയിട്ടില്ല. കുറച്ച് പേര് അവിടെ നിന്ന് പുറത്ത്, നമ്മൾ കുറച്ച് പേര് മാത്രം അകത്ത് കയറി തൊഴുതു. അകത്ത് നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കസിൻ ബ്രദറും വൈഫും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് വന്നത്. ഞാനാണ് ആദ്യം പുറത്തേക്ക് വന്നത്. എൻ്റെ പുറകെ വരുന്നതാണ് നമ്മുടെ കസിൻ്റെ വൈഫും. പിന്നെ എനിക്ക് കൂടെ വന്നിരുന്നവരൊക്കെ പിന്നെ സാവധാനം ഉള്ളിലൊക്കെ കയറി തൊഴുതു. ഞാൻ പുറത്ത് മാത്രമേ തൊഴുതിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറകോട്ട് പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതിനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അമ്പലത്തിലേക്കും. പിന്നെ ഫോട്ടോ എടുക്കാനും, പിന്നെ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിൽ പോയ പുഴയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഒന്നാമത് തിരുവോണം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്തായാലും ഉണ്ട്. എന്നായാലും ഞങ്ങൾ വന്നപ്പോൾ അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. പോകാൻ നേരത്തായിരുന്നു ഭയങ്കര റഷ്. അപ്പോൾ ഭയങ്കര നല്ല സ്ഥലം കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൽ അങ്ങനെ പോയിട്ടില്ല. ആകെ 1-2 തവണ, അതും ഉത്സവത്തിനൊക്കെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ നോക്കി വെക്കുകയാണ്. ക്യാമറ ചേട്ടൻ വരുമ്പോൾ ഫോട്ടോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏട്ടൻ വന്നു. നമ്മുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. ഏട്ടൻ്റെ കൂടെ ഏട്ടൻ്റെ ബ്രദറിൻ്റെ മോളോടെ ഉണ്ട്. ഈ ഏട്ടനെ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. എൻ്റെ നേരത്തെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഏട്ടനായിരുന്നു സനു ഏട്ടൻ. മൂപ്പര് ഇതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ ആയിട്ട് നിൽക്കുക. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 10 മണിക്കായി കാണും. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ കാണണം, നമ്മൾ വരുമ്പോൾ നല്ല സ്മൂത്തായിട്ടായിരുന്നു അമ്പലത്തിലെത്തിയത്. കാരണം നേരത്തെ വന്നായിരുന്നു 7 മണി ആ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകാൻ നേരത്ത് 10 മണിക്ക് ആയപ്പോഴേക്കും അമ്പലം നിറഞ്ഞു, ഭയങ്കര ബ്ലോക്കൊക്കെ ആയി വഴിയിൽ. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ മൂടാകെ മാറി. വരുമ്പോൾ ഭക്തിഗാനൊക്കെയാണ് കേട്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്തോട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ പൂക്കളമൊക്കെ ഇടാൻ നിൽക്കുന്നത്. എല്ലാവരും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഏട്ടനാണ് പൂക്കളം വരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൂ അരിയുന്നു. അതിൽ കൂടെ നമ്മൾ കുറേ ചിറ്റാറ്റാണ്, കുറേ വർത്തമാനം പറയാനുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ കസിൻസിനൊക്കെ ഒരുമിച്ച് കിട്ടുന്നത് ഓണത്തിനൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂക്കളം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ പൂക്കളം. അടിപൊളിയായിട്ടില്ല, നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തറവാട്ടിൽ പോയി. അവിടെയാണ് മെയിൻ പരിപാടി നടക്കുന്നത്. അവിടെ ഇതാ നല്ല നാടൻ പൂക്കളും അല്ലാത്ത പൂക്കളൊക്കെ വെച്ചിട്ട് പോയിട്ടിട്ടുണ്ട്. അതേപോലെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ കസിൻസ് ആട്ടോ. നേരത്തെ നമ്മൾ അമ്പലത്തിൽ പോയിരുന്ന കോസ്റ്റ്യൂമൊക്കെ കുറേ പേര് മാറ്റി, കുറേ പേര് മാറ്റിയിട്ടില്ല. അതാണ് നമ്മൾ കുടുവിന് ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ കയറൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. കുറേ ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി ആയിരിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ അടുക്കളയിൽ അമ്മായിമാരും
മാമന്മാരും എല്ലാവരും കൂടെ ഭയങ്കര പണിയിലാണ്. ചോറും കറികളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. സാധാരണ തലേന്നും കൂടെ എല്ലാവരും കൂടെ വെക്കും, അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ, ഒറ്റ ഇലയിലാണ് ഭക്ഷണം കഴിക്കുക. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ഫാമിലീൻ്റെ ഒരു ഐക്യവും ഒരുമയും ഒക്കെ വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത്. ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരുമ ഇങ്ങനെ കഴിക്കുന്നതിലല്ല ശരിക്കും, പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിലൂടെ അത് ഊട്ടി ഉറപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ മുന്നേ ഇതുപോലെ ഒറ്റ വാഴയിലയിൽ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എല്ലാ ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ ഫാമിലി ഒരുമിച്ച് ഇങ്ങനെയാട്ടോ കഴിക്കുക. അപ്പോൾ ഇതൊരു സന്തോഷം കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അടുത്ത പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ്. ആദ്യം തന്നെ നമ്മുടെ തിരുവാതിരയായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലിയിലുള്ള പെൺകുട്ടികളെല്ലാവരും കൂടെ, അമ്മമാരും മക്കളും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് തിരുവാതിര കളിക്കുന്നത്. മരുമക്കളുണ്ട്, ഇതിൽ അമ്മമാരുണ്ട്, അവരുടെ മക്കളുണ്ട്, അങ്ങനെ എല്ലാവരും പ്രോ ഡാൻസേഴ്സ് ഒന്നും അല്ല, പക്ഷേ ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തിരുവാതിരയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാനമേളയായിരുന്നു കേട്ടോ. ഫാമിലിയിൽ തന്നെ എല്ലാവരും പാട്ട് പാടുന്ന അങ്ങനത്തെയൊക്കെ ആൾക്കാരാണ്. എല്ലാം അറിയുമെന്ന് ചോദിച്ചാൽ എല്ലാം അറിയാം, എന്നാൽ ഭയങ്കര എക്സ്പേർട്ട് അങ്ങനെയൊന്നുമല്ല, പക്ഷേ എല്ലാവരും എല്ലാത്തിലും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ വർഷത്തെയും ഓണം വിഷുവൊക്കെ ഇതുപോലെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞു പോകാറ്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് ഞാനും കരുതി. ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലും നന്നായിട്ട് ആഘോഷിക്കുന്നവരുണ്ടാവും, ഇങ്ങനെയൊന്നും ആഘോഷിക്കാത്തവരും ഉണ്ടാവും. അപ്പം ഞാനിതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ വേറൊരു മാമനാണ് അടുത്ത പാട്ട് പാടുന്നത്. ആദ്യം പാടിയത് വേറെ മാമനാണ്, മൂത്ത മാമൻ. ഇത് അതിൻ്റെ തൊട്ട് താഴെയുള്ള മാമനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ടുള്ള ചിത്രമൊക്കെ വരച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗെയിംസിന് വേണ്ടിയിട്ട്. പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഗെയിംസും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സുന്ദരിക്ക് പൊട്ടുതൊടൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടുത്ത സമ്മാനദാനമാണ്. നമ്മൾ ചോക്ലേറ്റ്സും മിഠായികളും ഒക്കെയാണ് സമ്മാനമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. സുന്ദരിക്ക് പൊട്ട് തൊടുന്നതിൽ സമ്മാനം കിട്ടിയത് എൻ്റെ അമ്മായിക്കാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ തിരുവാതിര കളിച്ചതിന് എല്ലാവർക്കും സമ്മാനം തന്നായിരുന്നു കേട്ടോ. അത് വേറെ വേറെയാണ്, സ്വീറ്റ്സും ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇത് നമ്മൾ തിരുവാതിര കളിച്ച എല്ലാവർക്കും കൂടെ സെപ്പറേറ്റ് വേറെ തന്നു. അതിൻ്റെ കൂടെ ഉള്ള ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. നമ്മൾ മാത്രമല്ല, അകത്ത് നമ്മുടെ കുടു ആശാനും കുറേശ്ശെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. നമ്മൾ ഐസ്ക്രീം ഒന്നും സാധാരണ അത്ര കൊടുക്കാറില്ല, എന്നാൽ ഇന്ന് ഒരു ഓണമായിട്ട് കുടുവിനും കൂടെ സന്തോഷമായിട്ട് എന്ന് വിചാരിച്ചിട്ട് കുടുവിനും കുറച്ച് ഐസ്ക്രീം കൊടുത്തു കേട്ടോ. അങ്ങനെ ഇക്കൊല്ലത്ത് ഓണപ്പരിപാടികളൊക്കെ കഴിഞ്ഞു. അവസാനത്തെ കലാശക്കൊട്ടായിരുന്നു ഇനി. എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണപ്പരിപാടികളൊക്കെ അവസാനിച്ചു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മിസ് ചെയ്യുക. ഞാൻ മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.